കോഴിക്കോട് ഒരു കൊലക്കേസ് പ്രതി 25 വർഷങ്ങൾക്ക് ശേഷം പിടിയിലായിരിക്കുകയാണ്. എടച്ചേരി സ്വദേശി ജമീലയെ കൊലപ്പെടുത്തിയ ഭർത്താവ് ഹമീദാണ് പിടിയിലായത്. ജമീലയെ തലയ്ക്ക് അടിച്ചും കഴുത്ത് ഞെരിച്ചും കൊലപ്പെടുത്തുകയായിരുന്നു. കാസർഗോഡ് നിന്നാണ് ഇയാളെ പിടികൂടിയത്. ജമീലയെ ഭർത്തൃവീട്ടിൽ അന്ന് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നു. അഭിജിത്ത്, ഇയാൾ എങ്ങനെയാണ് പിടിയിലാവുന്നത്? എവിടെയാണ് ഇത്രകാലം ഒളിവിൽ കഴിഞ്ഞിരുന്നത്? വിനീത, 1/4 നൂറ്റാണ്ട് മുൻപ്, അതായത് കൃത്യമായി പറഞ്ഞ 2001 ജമീല കൊല്ലപ്പെടുന്നത്. ജമീലയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കാണുകയായിരുന്നു. പിന്നീട് പോസ്റ്റ്മോർട്ടത്തിലാണ് ഇതൊരു ക്രൂരമായ കൊലപാതകമാണെന്ന് തിരിച്ചറിഞ്ഞത്. തലക്കടിച്ചും കഴുത്തു ഞെരിച്ചും ഭർത്താവായ ഹമീദ് ജമീലയെ കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. പക്ഷേ ഈ കൊലപാതകത്തിന് പിന്നാലെ അവിടെ നിന്ന് കടന്നു കളഞ്ഞ ഹമീദിനെ പോലീസിന് കണ്ടെത്താനായി കഴിഞ്ഞില്ല. വലിയ അന്വേഷണം പോലീസ് പല ഭാഗങ്ങളിലായി നടത്തിയിരുന്നു. ഇയാൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞു എന്നുള്ളതായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. എന്നാൽ ഒടുവിൽ ഇന്നലെ രാത്രിയോടുകൂടി ഇയാളെ കാസർഗോഡ് വെച്ച് പോലീസ് പിടികൂടുകയായിരുന്നു. അവിടെ ഒരു മത്സ്യ വിൽപ്പനക്കാരന്റെ വേഷത്തിലാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാനായി കഴിയുന്ന കാര്യം. അതായത് കഴിഞ്ഞ 25 വർഷത്തോളമായി ഇയാൾ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ഒളിവിൽ കഴിയുകയായിരുന്നു. ഏതായാലും നിലവിൽ ഇപ്പോൾ ഇയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളെ അല്പസമയത്തിനകം തന്നെ കോഴിക്കോടേക്ക് എത്തിക്കും. എടച്ചേരി പോലീസാണ് ഇയാളെ ഇപ്പോൾ കാസർഗോഡ് വെച്ച് പിടികൂടിയിട്ടുള്ളത്. വിനീത, ശരി, ഏതായാലും 25 വർഷങ്ങൾക്ക് ശേഷമാണ് പിടിയിലാകുന്നത് എന്നതാണ്. അഭിജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട്.